ഇന്റർനാഷണൽ ഉഡായിപ്പ് പേനയത്. എഴുതി കഴിഞ്ഞ അതിലെഴുതിയിരിക്കുന്നത് മണിക്കൂറുകൾക്കകം മാഞ്ഞു പോവും. നിങ്ങൾ ഇന്ന് ഞാൻ കൊല്ലും. പണ്ട് പറഞ്ഞതൊക്കെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ, അല്ലാതെ വേറെന്താ? അമ്മായി എന്താ ഈ പറയുന്നത്? അമ്മായിന്നോ? നീ എന്നെ അമ്മായിന്ന് വിളിച്ചിട്ട് കാലം കുറെ ആയല്ലോ. ഇവക്കെന്തോ പറ്റിയിട്ടുണ്ട്, കിളി പോയതുപോലെ. വാക്ക് വ്യത്യാസം കാണിച്ചാണ്ടല്ലോ. നിനക്കും കുഴപ്പമുണ്ടോ? ചെറിയമ്മയ്ക്കും മകൾക്കും ഒരുപോലെയാണല്ലോ പിരി ഇളകിയിരിക്കുന്നത്. ചെറിയമ്മ, ഇവരെഴുതി തന്ന എഗ്രിമെന്റ് ഇവിടെ ഇല്ലേ? അതെടുത്തിട്ടോ. ആ ശരി. എഗ്രിമെന്റോ? എന്ത് എഗ്രിമെന്റ്? നീ കാര്യം പറയേ. എടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നെ ഇനിയും ചതിക്കല്ലേ. അച്ഛന് ഞാൻ എല്ലാം ബോധ്യപ്പെടുത്തി തരാം. ചെറിയ മൂന്ന് വന്നോട്ടെ. ഇതാ പ്രതാപേട്ട. അച്ഛാ, അതൊന്ന് വായിച്ചു നോക്ക്. എന്താ ഇത്? നിനക്ക് എന്താ പറ്റി? അച്ഛാ, ഇതൊരു പിന്നെയും ചതിച്ചതാ. ചതിച്ചെന്നോ? എടാ, ഇവർക്ക് രണ്ടുപേർക്കും എന്തോ മാനസിക പ്രശ്നമുണ്ട്. പിണ്ടി പോരുത്. ചതിച്ച നിങ്ങൾ ഞാൻ കൊല്ലും. അച്ഛാ, നടന്നതൊക്കെ ഞാൻ പറയാം. ഞാൻ അച്ഛന്റെ മകള് തന്നെയാണെന്ന് തെളിയിക്കാൻ ഞാനും ഇവരും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. എന്തൊക്കെ വിട്ടുതരങ്ങളാ ഇവളി വിളിച്ച് പറയുന്നേ? പ്രതാപ, ഇവളെ വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ട് കാണിക്കണം കേട്ടോ. ഇവക്ക് ഭ്രാന്ത് തന്നെയാ. ആ വഴക്കിന് ശേഷം ഇവൾക്കെന്തോ പറ്റിയതാ. മെന്റൽ ഡിസീസ് ആണെന്നാ തോന്നുന്നത്. മിണ്ടായിരിക്കണം. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ മോൾ ഇതൊക്കെ ചെയ്തേ? എന്ത് ചെയ്തോന്ന്? ഇതെന്തൊരു കുരിശാ ദൈവമേ. അമ്പി ചേച്ചി, ദേ, എല്ലാരും കൂടി ഇവനെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. ഇവർക്ക് എന്തൊക്കെയോ ഗൂഢാലോചനകളുണ്ട്. നീ ക്ഷീണിച്ചു വന്നതല്ലേ, നീ പോയി റെസ്റ്റ് എടുക്ക. അച്ഛാ, ഞാൻ പറയുന്ന കേട്ടിട്ട് പോയാൽ മതി. എന്റെ പൊന്നു മോനെ, ഇവിടെ നിന്നാ നിനക്കും എനിക്കും വട്ടുപിടിക്കും. നീ അകത്തേക്ക് പോ. ചെല്ലേ, അകത്തേക്ക് പോ. ചെല്ലേ. നിങ്ങൾ എന്നെ കരുതി കൂട്ടി ചതിക്കായിരുന്നു അല്ലേ? ഞാൻ നിന്നെ ചതിച്ചെങ്കിലേ അതെന്റെ മിടുക്കും നിന്റെ കഴിവുകേടുവാ. നിന്നെ തോൽപ്പിക്കുന്നതേ എനിക്കെന്നും ഒരു വിനോദവും ലഹരിയാടി. അതിനപ്പുറം ഒരു വലിയ പ്രതികാരവും. ഞാനാ എഗ്രിമെന്റ് എഴുതിച്ചതേ ചൈനീസ് ടെക്നോളജി ഉള്ളൊരു പെന്നുകൊണ്ടാ. ഇന്റർനാഷണൽ ഉഡായിപ്പ് പേനയത്. എഴുതി കഴിഞ്ഞ അതിലെഴുതിയിരിക്കുന്നത് മണിക്കൂറുകൾക്കകം മാഞ്ഞു പോവും. നിങ്ങൾ ഇന്ന് ഞാൻ കൊല്ലും.
വിടാനാ പറഞ്ഞത്. മോളെ മാറണി. ഇവിടെ അങ്ങോട്ട്. വിടാ. കൈയെടുക്കാം. കൈ വിട്. മാറങ്ങോട്ട്. ഇതിനും കൂടെ ചേർത്തേ ഞാൻ നിനക്ക് പിന്നെ തരുന്നുണ്ടടി. മോളെ മോളെ ജെറമേ, രാജു എന്റെ കൂടെ ഇല്ലാത്തോണ്ടല്ലേ ഞാൻ ഈ ചതിയിൽ പെട്ടത്. എന്താ ചെറിയമിങ്ങനെ മോളെ മോളിങ്ങനെ കരഞ്ഞിട്ട് എന്ത് ഫലം? നമുക്ക് അബദ്ധം പറ്റിപ്പോയി. അവരിങ്ങനെ പോലും കരുതിയില്ലല്ലോ. എന്തെങ്കിലും ഒരു വഴിയുണ്ടാവും. അങ്ങനെ നമ്മളെ ചതിച്ചിട്ട് അവർക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. മോള് കരയല്ലേ? ചെറിയമ്മ, കരയതാ മോളെ. ചെറിയമ്മ. നന്ദന കണ്ടോ എന്റെ അമ്മയുടെ ബുദ്ധി? നന്ദനയോ? അയ്യോ സോറി നന്ദു. എന്റെ അമ്മയുടെ വിളച്ചിൽ പിടിച്ച ബുദ്ധി ഈ ലോകത്ത് ആർക്കും ഇല്ല. എടാ, ഇതിന് ബുദ്ധി മാത്രം പോരാ, നമ്മുടെ ബോഡി ലാംഗ്വേജിൽ വരെ തന്ത്രങ്ങൾ ഉണ്ടായിരിക്കണം. മയക്കിയും കറക്കിയും വീഴ്ത്താനുള്ള കൗശലം വേണം. എന്നാലും അവൾ ഇത്ര മണ്ടിയായി പോയല്ലോ അമ്മേ. അവള് ഭൂലോക മണ്ടിയാ നന്ദു. പഠിക്കാൻ വരെ വളരെ മോശമായിരുന്നു. ഈ രാജു ബോഡി ഗാർഡായി കൂടിയത് മുതലാ ഇവള് ബുദ്ധിമതിയായത്. രാജു കൂടെ ഇല്ലെങ്കിലേ ഇവള് വെറും വിഡ്ഢിയ. അവളോട് അവനോടൊക്കെ പൊരുതി നിൽക്കണമെങ്കിലേ അമ്മയെ പോലൊരു സ്ത്രീയെ കൊണ്ടേ പറ്റൂ. എന്നിട്ടും 1000 വട്ടം അമ്മ അവളുടെ മുമ്പിൽ തോറ്റിട്ടുണ്ട്. എടാ, അത് ഒരു മത്സരമാണെങ്കിൽ തോറ്റു എന്നൊക്കെ വരും അല്ലേ നന്ദനെ? പിന്നെ യുദ്ധം നടക്കുമ്പോ വലിയ രാജ്യങ്ങൾ തോറ്റിട്ടില്ലേ? ഇതിപ്പോഴേ എന്റെ തന്ത്രം കൊണ്ട് ചെറിയ വല്ല കാര്യമാണോ നേടിയെടുത്തത്? ഈ സ്വത്ത് മുഴുവൻ എന്റെ കയ്യിലായില്ലേ?